ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത് ഒരു അവിയലാണ്. അതായത് ഇൻസ്റ്റൻ്റായിട്ട് ഒരു അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് കാണാം. ഷാൽ വി മൂവ് ടു ദ കിച്ചൺ? വിവിധയിനം പച്ചക്കറികളുടെ ഗുണവും മണവും രുചിയും എല്ലാം കലർന്ന ഒരു സ്വാദിഷ്ടമായ വിഭവം തന്നെയാണ് അവിയൽ. അതിനായിട്ട് ഞാൻ കുറേ പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോളം വരും മൊത്തം. അതെല്ലാം ഞാൻ ക്ലീനാക്കി എടുത്തു. ഇനി ഞാൻ ക്വിക്കായിട്ട് അത് എങ്ങനെയാണ് അരിയണമെന്ന് പറഞ്ഞുതരാം. അതായത് എല്ലാം നീളത്തിൽ ഒരേപോലെ അരിഞ്ഞെടുക്കണം. പച്ചക്കായ, പടവലങ്ങ, ക്യാരറ്റ്, പിന്നെ ചേമ്പ്, ഉണക്ക, ചേന, ഒത്തമരയ്ക്ക നമുക്കിതുപോലെ രണ്ടാക്കി മുറിച്ചെടുക്കാം. ഇനി ടൊമാറ്റോ ആണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ അങ്ങനെയെല്ലാം അരിഞ്ഞു വെച്ചു. ഒരു 20ഓളം ചെറിയ ഉള്ളിയും 8 പച്ചമുളകും ഞാൻ ചതച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 4 തണ്ട് കറിവേപ്പില. ഇതെല്ലാം നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇനി ചൂടായ ഈ ഉരുളിയിലോട്ട് ഞാൻ എല്ലാ പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഒരുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്ന പച്ചക്കറികളാണല്ലോ. ഇനി അതൊന്നിച്ച് വെന്ത് വരണം. അതിനായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട്, വേവാനുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളിയാണ്, അത് കൂടി ഞാനിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 3 ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ച ശേഷം മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണ് പച്ചക്കറി. അതിന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പച്ചക്കറി വെന്ത് വന്നിട്ടുണ്ട്. ഒരേപോലെ അരിഞ്ഞെടുത്തത് ഇതുപോലെ ഒന്നിച്ച് വെന്ത് വരാനായിട്ടാണ്. ഇനി ഞാൻ ചെയ്യുന്നത്, ഈ ചെറിയ ഉള്ളി ചതച്ചതും അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കൈകൊണ്ട് തിരുമ്മി അതിനെ മയപ്പെടുത്തുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇതുകൊണ്ട് ഇതുപോലെ പ്രത്യേക രുചിയാണ് അവിയലിൽ ഇങ്ങനെ ചതച്ച ഉള്ളി ഇട്ട് കൊടുത്താൽ. ഈ സമയത്ത് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് കൂടി ചതച്ചത് തന്നെയാണ്, ഒരു 8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതുകൂടി യോജിപ്പിച്ച ശേഷം ഇത് പച്ചക്കറിയിൽ കിടന്ന് ഒന്ന് വേവാനുണ്ട്. അതായത് ഉള്ളിയുടെ ആ മണം എല്ലാ പച്ചക്കറികളിലും പിടിച്ചു വരണം. അപ്പോൾ ഞാനതിനെ ഒന്ന് ഇളക്കുകയാണ്. ഉള്ളി ഇട്ടിട്ട് അധികം വേവിക്കണ്ട കേട്ടോ, ഒരു 5 മിനിറ്റോളം വെന്താൽ മതി. ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കൊന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. പച്ചക്കറികൾ വല്ലാണ്ട് അങ്ങ് വെന്തു പോകരുത്, ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഓരോ മിനിറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടച്ച് വെച്ചിട്ട് ഇത് 5 മിനിറ്റ് കൂടി ആവിയിൽ ഒന്നിച്ച് വേവുകയാണ്. ആ സമയത്ത് നമുക്ക് 1 മുറി തേങ്ങയിലോട്ട് ഞാൻ ചേർക്കുന്നത് ജീരകം 1/4 ടീസ്പൂണും 1 വെളുത്തുള്ളിയും 1 പച്ചമുളകുമാണ്, നല്ല എരിവുള്ള പച്ചമുളകാണത്. അതൊന്ന് ചതച്ച് വയ്ക്കാം. ഇനി ഞാനത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസും അതിൻ്റെ കൂടെയുള്ള ഉള്ളിയുമെല്ലാം നന്നായിട്ട് മയപ്പെട്ടു. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ട് ഇതുപോലെ. അപ്പോൾ തന്നെ പച്ചക്കറികൾ വെന്ത് നല്ല മണമാണ് എനിക്ക് കിട്ടുന്നത്. അത് വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്തതുകൊണ്ട് നല്ല മണമാണ്. ഇതെല്ലാം നമുക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കണം. ഇനി ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കുന്നില്ല, ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് വെന്താൽ മതി. അതായത് ഈ തേങ്ങയുടെ രുചിയും കൂടി ഈ പച്ചക്കറിയിലോട്ട് ചേരുവാണ് ഈ സമയത്ത്. കണ്ടോ? ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ കൂടിയേ ചെയ്യാനുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഇനി 5 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് നല്ല ഉടച്ച് പുളിയുള്ള തൈര്, അധികം പുളിയില്ല എന്നാലും ആവശ്യത്തിന് പുളിയുള്ള തൈര് 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ മാങ്ങയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഉള്ളി ഇട്ട സമയത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഒരു മാങ്ങ മീഡിയം സൈസിലുള്ള ചേർത്താൽ മതി. ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്. അതുകൂടി കിടന്നിട്ട് ഒന്ന് തുറന്ന് വേവാണ്. അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 3 മിനിറ്റ് ഞാൻ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മുടെ ആയിക്കഴിഞ്ഞു. ഇനി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില. 4 തണ്ട് കറിവേപ്പില ഇങ്ങനെ കീറിയിട്ട് കൊടുക്കണം. അതായത് കറിവേപ്പിലയുടെ ആ ഫ്ലേവർ നമ്മുടെ അവിയലിലോട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ഈ സമയത്ത്. അതാണ് അവസാനമാണ് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ അവിയൽ റെഡിയായി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പ്രത്യേക മണമാണ് നമ്മുടെ അവിയൽ ഇങ്ങനെ ചെയ്തെടുത്താൽ. ഇത് കണ്ടോ, ഇതുപോലെ അതുകൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ്. ഇനി സ്വാദിഷ്ടമായ നമ്മുടെ അവിയൽ തയ്യാറായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.